അങ്ങനെ പിന്നീട് നമ്മുടെ ലിയൂളാണെങ്കിൽ അച്ഛൻ രാജാവിനോട് പറയുന്നുണ്ട്, അതായത് ജെയുവിനെ എൻ്റെ പേഴ്സണൽ ലൈബ്രറിയൻ അസിസ്റ്റൻ്റ് ആക്കണമെന്ന്. ആ ടൈമിൽ ഇത് കേൾക്കുന്ന കിങ് ആണെങ്കിൽ ആ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കിംച സോങ്ജു വില്ലേജിലെ ഗവർണർ ആക്കണമെന്ന് പറഞ്ഞ് ഇയാളെ ശുപാർശ ചെയ്തിരുന്നു. അത് കിംചയുടെ ആളാണ്, ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് കിങ് അവിടെ പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ട്, എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണ്, എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്നൊക്കെ എനിക്ക് തന്നെ കണ്ടുപിടിക്കണം, അതിനുവേണ്ടി എനിക്ക് ഇയാളെ ആവശ്യമുണ്ടെന്ന് ഇവൻ പറയുന്നതും അച്ഛന് അത് നിരസിക്കാൻ കഴിയുന്നില്ല. ജെയുവിനാണെങ്കിലോ ഇതേ ടൈമിൽ കിംചയെ മീറ്റ് ചെയ്യുന്നതും രാജകുമാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറി തപ്പുന്നുണ്ട്. ആ ഡയറി കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് മിക്കവാറും ആളുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് മാത്രം എന്ത് സീക്രട്ടാണ് ആ ഡയറിയിൽ ഉള്ളതെന്ന് ഇവൻ കിംചയോട് ചോദിക്കുമ്പോൾ അതൊരു സീക്രട്ട് ആയതുകൊണ്ട് തന്നെയല്ലേ അങ്ങനെ ഇരിക്കുന്നത് എന്നാണ് കിംച തിരിച്ചു പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ബുക്കിൽ എന്തായാലും അത് ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തണമെന്ന് ഇവനവിടെ പറയുന്നുണ്ട്. അപ്പോൾ കിംചയാണെങ്കിൽ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാനും ജെയുവിനോട് പറയുന്നുണ്ട്. അതായത് ജെയു നൈസായിട്ട് കിംചയെ കൂടി വിശ്വസിപ്പിക്കുകയാണ്, എന്ത് കിംചയുടെ ഭാഗത്തുകൂടിയാണ് ഇവൻ നിൽക്കുന്നതെന്ന്. നെക്സ്റ്റ് സീനിൽ ലിയുളും ജെയുനും കൂടിയിട്ട് ആ സീക്രട്ട് ലെറ്ററിലെ ക്വിസ് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഇവർ പറയുന്നുണ്ട് ഈ ഒരു ക്വിസിന്റെ ആൻസർ വരുന്നത്, ആ ആൻസർ എഴുതുന്ന ആ ഒരു വേർഡിൽ 5 സ്ക്വയർ ഉണ്ടായിരിക്കും. അങ്ങനെ 5 സ്ക്വയർ ഉള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടോ എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിലാണ് ഇന്നലെ ഹോങ്ഷുമായിട്ട് ആ ഒരു ഡോറ് പാസ് ചെയ്തു പോയ കാര്യം ഇവൻ ആലോചിക്കുന്നതും അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, അത് ഡോർ ആണെന്ന് പറയുന്ന ടൈമിൽ, അതായത് ഏതോ ഒരു വാതിലിന്റെ അവിടെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചേംബറിൽ നിന്നും 5ാമത്തെ ഡോറിന്റെ അവിടെയായിരിക്കണം ഇത് വെച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ജെയുൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ അവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ 3-4 പ്ലേസ് കണ്ടെത്തുന്നുണ്ട്. അതിൽ ലൈബ്രറിയും ഉൾപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ഇവൻ തപ്പുന്നുണ്ടെങ്കിലും ഇവനൊന്നും കണ്ടെത്തുന്നില്ല. ഇതേ ടൈമിൽ ലിയൂളാണെങ്കിൽ കിംചയെ മീറ്റ് ചെയ്യുമ്പോൾ കിംച ഒന്നും അറിയാത്ത പോലെയൊക്കെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് എൻ്റെ മെമ്മറി തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി ഞാൻ എൻ്റെ ഡയറി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങ് ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കിംചയാണെങ്കിൽ ഇത്രയധികം കഷ്ടപ്പെട്ട് സ്ട്രെസ് ചെയ്യൊന്നും വേണ്ട, നിങ്ങളുടെ ഓർമ്മ അത് തിരിച്ചു കിട്ടിക്കോളുമെന്ന് പറയുന്നതും അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഈ അടുത്ത് തന്നെ ആ എൻവോയ് വന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡയറി കണ്ടുപിടിക്കണം, എൻ്റെ ഓർമ്മയൊക്കെ തിരിച്ചു വരണം എന്ന് പറയുന്നതും കിംചയാണെങ്കിൽ ഇവനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഇവനവിടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒരുപാട് നന്നായി തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. അതായത് നൈസായിട്ടൊന്ന് ആക്കുന്നതാണ്. ഇത് കിംചയ്ക്ക് സംശയമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതേ ടൈമിൽ ഹോങ്ഷിമിൻ്റെ ബ്രദർ വിളിച്ചിട്ട് പ്രിൻസസിൻ്റെ കോർട്ട് ലേഡി ഇവനെ മീറ്റ് ചെയ്യുന്നതും നിങ്ങൾ ഇങ്ങനെ വരാൻ പാടില്ല, അത് വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഈ ലേഡി പറയുന്ന ടൈമിൽ ഒരു ലെറ്റർ ഇവൻ ഈ ലേഡിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് പ്രിൻസസിനെ ഏൽപ്പിക്കാനും പറയുന്നുണ്ട്. പ്രിൻസസ് ആണെങ്കിലോ ആ ലെറ്റർ വായിക്കുമ്പോൾ, അതായത് നിന്റെ അച്ഛനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് രക്ഷപ്പെടണം, ഇന്നൊരു ഗേറ്റിന്റെ അവിടെ വരാനൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ലെറ്റർ. ഇതിവള് വായിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് അച്ഛൻ അങ്ങോട്ട് കടന്നു വരുന്നതും ഇവൾ ആ ലെറ്റർ ഒളിപ്പിക്കുന്നുണ്ട്. നിന്റെ കുട്ടിയുടെ അച്ഛനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീ ഒരു പാവ മനുഷ്യന്റെ ജീവിതം കളഞ്ഞല്ലേ, അതാ കുട്ടിയുടെ അച്ഛനല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതും നിന്റെ കയ്യിലുള്ള ലെറ്റർ അതെനിക്ക് വായിക്കാൻ തരുമെന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്ന് പരുങ്ങുന്നുണ്ട്. മോയോൻ ഇവിടെ നിന്ന് പോയോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഹോങ്ഷിമിന്റെ ബ്രദറെയാണ് ആൾ ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ എനിക്കറിയില്ല, ഓൾറെഡി ആൾ ഇവിടെ നിന്നും പോയില്ലേ എന്നാണ് ഇവൾ തിരിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ നീയല്ലേ അവനെ ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്തത്, എന്താ മറന്നുപോയോ എന്ന് അച്ഛൻ ചോദിക്കുന്നത് കേട്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ ആരെയെങ്കിലും ഫോളോ ചെയ്യാൻ വിടുന്നുണ്ടോ എന്ന് ചോദിച്ച് ഇവൾ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേൾക്കുന്ന അച്ഛനാണെങ്കിൽ നീ എന്താ വിചാരിച്ചത്, എല്ലാ കാലവും എന്നെ പറ്റിക്കാന്നാണോ, ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനിയും എന്നെ പറ്റിക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങ് ചൂടാകുന്ന സമയത്ത് അവനെ ദയവ് ചെയ്ത് ഒന്നും ചെയ്യരുതെന്ന് പ്രിൻസസ് അവിടെ പറയുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് നാട് വിടാനാണോ ഉദ്ദേശിച്ചത്, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അവനെ ഞാൻ കൊല്ലും, അങ്ങനെ കൊല്ലേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ കേൾക്കണം, ഇപ്പം നല്ലൊരു അവസരമാണ്, രാജകുമാരൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും പിടിച്ചടക്കണം, 10 വർഷത്തെ ഒരു അധ്വാനമാണ് നീ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ചത്, ഇതിനെങ്ങാനും നീ വിപരീതമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ കുഞ്ഞിനെ വരെ കൊല്ലാൻ ഞാൻ മടിക്കില്ല. ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു മായയാണ്, അത് ശരിക്കും ജീവിതത്തിലൊന്നും പ്രാവർത്തികമല്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ചൂടാകുന്നതും പ്രിൻസസിനാണെങ്കിൽ വേറൊരു വഴിയില്ലാൻ്റെ ആവുകയാണ്. തിരിച്ചു പോകുന്ന അച്ഛനോട് ഇവള് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളായി ജനിച്ചതിൽ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ടെന്ന്. ഇത് കേൾക്കുന്ന കിംചയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിഷമമില്ല, നിന്നെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ടതാണ്, അതുകൊണ്ട് നീ ഇതിനെതിരെ നിൽക്കരുതെന്ന് പറഞ്ഞൊരു താക്കീതും കൊടുത്തിട്ടാണ് അച്ഛൻ അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിലാണ് നമ്മുടെ ഗുദോളും വൈഫും കൂടിയിട്ട് ഹാനിയാങ്ങിൽ എത്തുന്നതും ഈ സ്ഥലം കൊള്ളാല് അടിപൊളിയായിട്ടുണ്ട്, അല്ല ഈ പാലസ് എവിടെ, ഒരുപാട് ദൂരത്തിലാണോ, നമുക്ക് വൂന്തോക്കിനെ കണ്ടുപിടിക്കാൻ പറ്റൂ, നമ്മളെ കാണാൻ അവൻ സമ്മതിക്കൂ എന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നതും ഭാര്യയാണെങ്കിൽ അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് വൂന്തോക്ക് ഏതോ ഒരു വലിയ കുടുംബത്തിലെ ആളാണ്, അല്ല കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭംഗിയാലേ എന്നൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡിന് അത് ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഇവർ എന്തെങ്കിലും കഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ടൈമിലാണ് പെട്ടെന്ന് പരിചയമുള്ളൊരു മുഖം അവിടെ കാണുന്നത്. അത് മറ്റാരും ആയിരിക്കില്ല, ഗുമസ്തനായിരിക്കും. ഗുമസ്തനാണെങ്കിലോ ഇവരെ കാണുന്നതും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. അല്ല താനല്ലടോ പറഞ്ഞത് ഞങ്ങളോട് ഹാനിയാങ്ങിലേക്ക് വരരുതെന്ന്, എന്നിട്ട് താൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗവർണർ അന്വേഷിച്ചു വന്നതാ, അയാൾ അവിടെ ഇല്ലാത്ത കാരണം
എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അയാളെയും കൊണ്ടുവേണം എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാനെന്ന് പറയുന്നതും അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്ന് ഇയാളെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പൂന്തൂക്കിനെ കാണാൻ വന്നതാ, പ്രിൻസ് അല്ലേ, ആളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ഇവിടെ കിട്ടിയാലോ, എന്തായാലും ഞങ്ങൾക്ക് മടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല നമ്മൾ എവിടെ താമസിക്കുക എന്ന് ഗുദൂൾ പറയുന്ന ടൈമിൽ അല്ല ഗവർണറുടെ വീട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ, ആളുടെ വീട്ടിൽ താമസിക്കാന്ന് പറയുമ്പോൾ ആളതിന് സമ്മതിക്കൂ എന്ന് ഗുദൂൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈഫാണെങ്കിൽ അത് കൊള്ളാം, ആള് നമ്മുടെ ഗവർണർ അല്ലേ, നമുക്ക് വേണ്ടി ആള് ഇത്രയെങ്കിലും ചെയ്യാതിരിക്കൂ എന്നൊക്കെ വൈഫ് അവിടെ പറയുന്നുണ്ട്. അല്ല ആളുടെ വീട് എവിടെയാന്ന് വൈഫ് നമ്മുടെ ഗുമസ്തനോട് ചോദിക്കുന്ന ടൈമിൽ അതറിയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമിന്റെ അച്ഛനാണെങ്കിൽ നീ എന്റെ ബ്രദറെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇനി ഹാനിയാങ്ങിൽ നിന്നും പോകുന്നില്ല, ഇവിടെ തന്നെ താമസിക്കാന്ന് പറയുമ്പോൾ ഇതെന്തു പറ്റി, ഇത്രയും കാലം ഇവിടെ നിന്നും പോകണമെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മനമാറ്റം എന്നവിടെ ഹോങ്ഷിമ ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛനാണെങ്കിൽ എനിക്ക് നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ വയ്യ, അന്ന് ഇവിടെ വൂന്തൂക്ക് വന്നിരുന്നല്ലോ, എനിക്കെന്തോ അവൻ്റെ ആ ഒരു സ്നേഹത്തിൽ ആത്മാർത്ഥത തോന്നുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഒരുമിക്കേണ്ടത് തന്നെയാണ്, അതായിരിക്കും വിധി, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹോങ്ഷിമാണെങ്കിൽ ഒരു ചെറിയ നാണത്തോടെ പറയുന്നുണ്ട് ഞങ്ങൾ ശരിക്കും ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഒന്ന് വണ്ടർ അടിക്കുന്നതും ആ ടൈമിലാണ് പുറത്തൊരു ബഹളം കേട്ട് ഇവർ വന്ന് നോക്കുമ്പോൾ ആരാ, ഗുദൂളും ഗുമസ്തനും മറ്റും ആയിരിക്കും. ഇവരാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്ന് ഇവർ പരസ്പരം ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ലിയൂളിനോടാണെങ്കിൽ ആ ഡയറി കിട്ടിയില്ല എന്നിവൻ പറയുന്നതും ലിയൂളാണെങ്കിൽ വീണ്ടും ഗുമസ്തനെ പോയി കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ ജയുൻ ഗുമസ്തനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം എഴുതിയിരുന്ന ഡയറിയുടെ പേര് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ ഗുമസ്തൻ അത് ആലോചിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇവൻ ഡയറി എഴുതുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരുന്ന് ഈ ഗുമസ്തൻ ഉറക്കൊക്കെ തൂങ്ങിയിരുന്നു, അങ്ങനെ ആ പേര് ശ്രദ്ധിച്ചിരുന്നു, ആ പേര് സൈലൻസ് എന്നാണ്, ഇതവൻ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജയൂനാണെങ്കിൽ ആ ലൈബ്രറിയിൽ എത്തിയിട്ട് സൈലൻസ് എന്ന് പറയുന്ന ഡയറി എടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ നമ്മുടെ കിംചയുടെ അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഡയറി കണ്ടുപിടിച്ചു, അത് ലൈബ്രറിയിലാണുള്ളത് എന്ന്. ഇവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മറ്റാരുടെയും കയ്യിൽ കിട്ടുന്നതിന് മുന്നേ നമുക്ക് തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് ലൈബ്രറിയിലേക്ക് പോകുന്നതിന് മുന്നെയാണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. അതെവിടെ, ലൈബ്രറിയിൽ തന്നെ. ഇയാളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ജയൂൻ എത്തുന്നതും എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു, അതായത് ആ ബുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ഈ തീ വെച്ചതെന്ന് ജയൂൻ അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന കിംചയാണെങ്കിൽ ആ പുസ്തകം നീ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കണ്ടിരുന്നു, അതിൻ്റെ പേര് സൈലൻസ് എന്നാണ്, എന്നാൽ ഞാനത് തുറന്ന് നോക്കിയില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതും ഇയാളത് വിശ്വസിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിമും ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഹോങ്ഷിമിനോട് ഇവർ ചോദിക്കുന്നുണ്ട് എന്നാലും ഗവർണറുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെ എത്തിയെന്ന്. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ അതൊരു നീണ്ട കഥയാ, പിന്നെ പറഞ്ഞു തരാമെന്ന് അവിടെ പറയുന്നതും ഗുദൂളാണെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കാൻ എന്തിരിക്കുന്നു, വൂന്തൂക്ക് തന്നെയായിരിക്കും ഹോങ്ഷിമിന് ഇവിടെ എത്തിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുമസ്തനാണെങ്കിൽ ഇനിയിപ്പോൾ വൂന്തൂക്ക് തന്നെ കോൺക്യുബൈൻ ആക്കാനായിരിക്കും എന്നവിടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അച്ഛനാണെങ്കിൽ അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഗുമസ്തനാണെങ്കിൽ ഞാൻ ആ ഗവർണറെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാന്ന് പറയുന്നത് കേട്ട് അതിന് ആളിപ്പോൾ സോങ്ജു വില്ലേജിലെ ഗവർണർ അല്ലല്ലോ, ആൾക്ക് വേറൊരു പോസ്റ്റ് കൊട്ടാരത്തിൽ കിട്ടിയെന്ന് പറയുന്നത് കേട്ട് ഓഹോ അപ്പോൾ ആള് വൂന്തൂക്കിനെ മണിയടിച്ച് അവിടെ അങ്ങ് കയറി പറ്റിയില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ ഗുമസ്തൻ ചൂടാകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പ്രിൻസസ് ആണെങ്കിൽ കിംചിയോട് ചോദിക്കുന്നുണ്ട് ആ ലൈബ്രറിയുടെ തീപിടുത്തത്തിന് പിന്നിൽ നിങ്ങളാണോ എന്ന്. അപ്പം അച്ഛനാണെങ്കിൽ അവൻ്റെ ഡയറി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥ തീർന്നു, എന്തായാലും ഇനി അതിനെപ്പറ്റി പേടിക്കേണ്ട, അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നവിടെ പറയുന്നതും അതുപോലെ ഇന്ന് രാത്രി നീ അവനെ മീറ്റ് ചെയ്യണം. ഒരാൾ എത്രയൊക്കെ ദേഷ്യം പുറത്തേക്ക് കാണിച്ചാലും സ്വന്തം കുട്ടിയോട് ആ ദേഷ്യമൊന്നും കാണിക്കില്ല, മാക്സിമം അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റണം എന്നൊക്കെ അച്ഛൻ പറയുന്ന ടൈമിൽ അച്ഛൻ എനിക്ക് തന്ന പ്രോമിസ് എന്തായാലും കീപ്പ് ചെയ്യില്ലേ എന്നാണ് ഇവൾ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ നീ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ തിരിച്ചു ചെയ്യുമെന്ന് അവിടെ പറയുന്നുണ്ട്. അതായത് ഹോങ്ഷിമിൻ്റെ ബ്രദറെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഇതേ ടൈമിൽ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ ചേട്ടൻ്റെ അതേ യൂണിഫോം പോലെയുള്ള ഒരു വസ്ത്രം ധരിച്ച ആളെ ഫോളോ ചെയ്യുന്നതും അയാൾ നേരെ കിംചയുടെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവൾ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് അങ്ങോട്ട് കിം എത്തുന്നതും അല്ല നിങ്ങൾ എന്താ ഇവിടെ, അല്ല നിങ്ങളല്ലേ അന്ന് ജയുവിൻ്റെ കൂടെ കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ എനിക്ക് വഴി തെറ്റി അറിയാതെ വന്നതാണെന്ന് അവിടെ പറയുന്നുണ്ട്. അല്ല ഈ വീട് ആരുടെയെന്ന് ഇവിടെ നൈസായിട്ട് ചോദിക്കുന്ന ടൈമിൽ ഇത് കിംചയുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ഇവൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്ന ടൈമിൽ ഇവൾ ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. അതായത് തൻ്റെ അച്ഛനെയും കുടുംബത്തെയൊക്കെ ഇല്ലാതാക്കിയ അയാളുടെ വീട്ടിലാണ് താൻ എത്തിയിരിക്കുന്നതെന്നൊരു ഞെട്ടലോടെ മനസ്സിലാക്കുന്ന ഇവൾ ആ പാസ്റ്റ് സീനൊക്കെ ആലോചിച്ചെടുക്കുന്നതും കറക്റ്റ് ആ ടൈമിലാണ് പല്ലക്കിൽ കിംച അങ്ങോട്ട് എത്തുന്നത്. ഇയാളാണെങ്കിൽ നേരെ സംശയത്തോടു കൂടി ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ലിയൂള് ഒരു റൂമിൽ വെയിറ്റ് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ജയുവിനോട് ചോദിക്കുന്നുണ്ട് കിംചയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന്. അപ്പോൾ ജയുവിനാണെങ്കിൽ ഇതുവരെ ഒരു സംശയമില്ല, ആ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയത് ഇവൻ്റെ ഡയറിയുടെ ഒരു മാർച്ച് മാസത്തിലത്തെ ഏതാണ്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന ആ ദിവസത്തിലെ ഡയറി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതും ലിയൂളാണെങ്കിൽ ആ ഒരു കിസ് നമ്മൾ സോൾവ് ചെയ്തത് ഒരു പ്രശ്നമുണ്ട്, അത് ശരിക്കും 5 സ്ക്വയർ അല്ല 6 സ്ക്വയർ
നമ്പറാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡയറി ഇരിക്കുന്ന ശരിക്കുള്ള സ്ഥലം ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. പ്രിൻസസ് വെട്ടിമാറ്റിയ ആ ചെറി ബ്ലോസം ചെടിയുടെ ആ ഒരു മരം കൊണ്ടാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇവനത് തുറക്കുന്ന ടൈമിൽ ആ ഒരു ഡയറി അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. അങ്ങനെ പിന്നീട് ഇവനിത് വായിക്കുന്നതും അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അതായത് വിഷം കൊടുക്കാൻ നോക്കിയതും ആ ഫിസിഷ്യനെ കൊന്നതും അതുപോലെ വാളും മറ്റും സമ്മാനം കൊടുത്തൊരു സീനും കിംചയാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അറിയുന്നതും. അങ്ങനെ ഇതെല്ലാം വായിക്കുന്ന ഇവനാണെങ്കിൽ ആ ബുക്ക് അടച്ചുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, അതായത് ഇതുകൊണ്ടാണ് കിംച എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. അങ്ങനെ എനിക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടി. ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ആള് തന്നെയാണെന്ന് ഞാൻ വിശ്വസിപ്പിച്ച കിംചയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. അതും അയാളുടെ ഒരു സീക്രട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി. ആ ഒരു സീക്രട്ട് പുറത്തു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ വില എൻ്റെ ജീവിതമാണ്. അത്രയ്ക്കും വലിയൊരു സീക്രട്ടാണ് അതെന്ന് പറയുന്ന ടൈമിലാണ് ഇവൻ നേരെ നമ്മുടെ പ്രിൻസസിനെ മീറ്റ് ചെയ്യുന്നതും. ഇവൻ അവിടെ പറയുന്നുണ്ട്, അതായത് ആ സീക്രട്ട് പ്രിൻസസിൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ല, അത് മറ്റാരുടെയോ ആണ് എന്ന്. ഇതേ ടൈമിൽ ഇതൊന്നും അറിയാത്ത നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ നിങ്ങളുടെ ചേംബറിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഞാൻ നിന്റെ ചേംബറിലേക്കും വരാൻ നിൽക്കുകയായിരുന്നു എന്ന് ഇവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രിൻസസ് ആണെങ്കിൽ നമ്മുടെ മനസ്സുകൾ തമ്മിൽ നല്ല കണക്ഷൻ ആണല്ലേ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും എന്തായാലും ഇന്ന് രാത്രി ഒരുപാട് നേരം ഞാൻ നിന്റെ കൂടെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പുച്ഛം കലർന്ന രീതിയിൽ ഇവളെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് 14 അവസാനിക്കുന്നത്.